ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. മുള്ളൻപൂരിൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുന്നു. 111 എന്ന ദുർബലമായ സ്കോർ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ശ്രേയസ് അയ്യറിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാബ് കിങ്സ് ചരിത്രം സൃഷ്ടിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ പഞ്ചാബ് കിങ്സ് 111 റൺസിന് ഓൾ ഔട്ട് ആയപ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എത്ര ഓവറിനുള്ളിൽ ഈ മത്സരം ജയിക്കും എന്നതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുള്ള ചിന്ത. പഞ്ചാബ് ഉയർത്തിയ ഈ വിജയലക്ഷ്യം 14 ഓവറിനുള്ളിൽ ചേസ് ചെയ്താൽ നെറ്റ് റൺ റേറ്റിന്റെ പിൻബലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താമെന്നാണ് കമന്റേറ്റേഴ്സ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ആ വാക്കുകളും അത്തരത്തിലുള്ള ചിന്തകളും ഒക്കെ മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ വെറും 95 റൺസിന് ചുരുട്ടിക്കെട്ടി പഞ്ചാബ് കിങ്സ് പുതുചരിത്രം രചിച്ചു. മത്സരത്തിന്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രിവ്യൂ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ടോസ് നേടിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബാറ്റിംഗ് തന്നെയാണ് തെരഞ്ഞെടുത്തത്. മുള്ളൻപൂരിൽ ഈ സീസണിൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്തവരാണ് വിജയിച്ചത്. പക്ഷേ ആ 2 അവസരങ്ങളിലും സ്കോർ 200 കടന്നിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ 200 മുകളിലുള്ള ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യാമെന്ന ചിന്തയിൽ തന്നെയാണ് ശ്രേയസ് അയ്യർ ബാറ്റിംഗ് തിരഞ്ഞെടുത്തത്. അവരുടെ ടീമിലും പ്രധാനമായിട്ട് 2 ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഒന്ന്, പരിക്കേറ്റ ലോക്കി ഫെർഗൂസിന് പകരം സേവിയർ ബാർട്ട്ലെറ്റ് ആണ് കളിച്ചത്. രണ്ടാമതായി മാർക്കസ് സ്റ്റോയിനിസിന് പകരം മറ്റൊരു ഓസീസ് താരമായ ജോഷ് ഇംഗ്ലിസും ടീമിലെത്തി. അങ്ങനെ പഞ്ചാബ് കിങ്സ് മുള്ളൻപൂരിൽ ബാറ്റിംഗിന് ഇറങ്ങി. ശ്രേയസ് അയ്യറിന്റെ തീരുമാനത്തെ ശരിവെക്കുന്ന തുടക്കമായിരുന്നു പഞ്ചാബ് കിങ്സിന്റേത്. പ്രിയാൻ ഷാരയും പ്രഭ്സിമ്രാൻ സിംഗും കത്തിക്കേറി. എന്നാൽ ഹർഷിത് റാണ ബോളിംഗിന് എത്തിയതോടെ കഥ മാറി. ഒരു സിക്സറോടെയാണ് പ്രിയാൻ ഷാരി ഹർഷിദിനെ വരവേറ്റതെങ്കിലും തൊട്ടടുത്ത പന്തിൽ പ്രിയാൻഷിനെ രമൺദീപ് സിംഗിന്റെ കൈകളിൽ ഹർഷിത് എത്തിച്ചു. അങ്ങനെ 4ാം ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ക്രീസിലെത്തി. കഴിഞ്ഞ വർഷം താൻ കിരീടത്തിലേക്ക് നയിച്ച ടീമാണ് എതിരെയുള്ളത്. എന്നാൽ അവർക്കെതിരെ മികച്ചൊരു പ്രകടനം പുറത്തെടുക്കാൻ ശ്രേയസ് അയ്യറിന് കഴിഞ്ഞില്ല. നേരിട്ട് 2ാം പന്തിൽ ശ്രേയസിനെയും രമൺദീപ് സിംഗിന്റെ കൈകളിൽ ഹർഷിത് എത്തിച്ചു. അത് വളരെ മികച്ചൊരു ക്യാച്ച് ആയിരുന്നു. ശ്രേയസ് അയ്യർ ഓഫ് സൈഡിൽ ഒരു എക്സ്പാൻസീവ് കട്ട് ഷോട്ടിന് ശ്രമിച്ചാണ് പുറത്താവുന്നത്. അതിനുശേഷം ജോഷ് ഇംഗ്ലിസ് വന്നു. ഒരു സൈഡിൽ വിക്കറ്റ് വീണുകൊണ്ടിരുന്നപ്പോഴും അപ്പുറത്തെ സൈഡിൽ നിന്ന് പ്രഭ്സിമ്രാൻ കുറച്ച് ഷോട്ടുകൾ കളിക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് KKRന്റെ മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി രംഗപ്രവേശം ചെയ്യുന്നത്. ചക്രവർത്തിയുടെ പന്തിൽ ഒരു സ്ലോക്ക് സ്വീപ്പിന് ശ്രമിച്ച് ജോഷ് ഇംഗ്ലിസ് പുറത്തായി. വെറും 2 റൺസ് മാത്രമാണ് പഞ്ചാബ് കിങ്സിനായുള്ള തന്റെ അരങ്ങേറ്റത്തിൽ ഇംഗ്ലിസ് നേടിയത്. പിന്നീട് വന്ന ബാറ്റർമാർക്ക് ആർക്കും ക്രീസിൽ നിലയുറപ്പിക്കാനായില്ല. ഒരു സൈഡിൽ നല്ല ടച്ചിലായിരുന്ന പ്രഭ്സിമ്രാൻ സിംഗിനെ രമൺദീപ് സിംഗിന്റെ കൈകളിൽ ഹർഷിത് എത്തിച്ചു. ഈ മത്സരത്തിൽ ഹർഷിതിന്റെ പന്തിൽ രമൺദീപ് എടുക്കുന്ന 3ാമത്തെ ക്യാച്ച് ആയിരുന്നു അത്. 15 പന്തുകളിൽ നിന്ന് 30 റൺസ് എടുത്ത് പ്രഭ്സിമ്രാൻ സിംഗ് പുറത്തായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് വന്ന ബാറ്റർമാർക്ക് ആർക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപകടം മനസ്സിലാക്കിയ പഞ്ചാബ് കിങ്സ് കോച്ച് റിക്കി പോണ്ടിംഗ് ഇമ്പാക്ട് പ്ലെയറായി സൂര്യൻ ഷെഡ്ഗയെ കളിപ്പിച്ചെങ്കിലും ഷെഡ്ഗയും 4 റൺസ് മാത്രമാണ് എടുത്തത്. ബാറ്റിംഗിൽ മോശം ഫോമിൽ തുടർന്ന മാക്സ്വെലിന് ഇന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനായില്ല. 10 പന്തിൽ നിന്ന് 7 റൺസാണ് മാക്സ്വെൽ എടുത്തത്. പിന്നീട് പഞ്ചാബിന്റെ സൈഡിൽ നിന്ന് അല്പം ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് ശശാങ്ക് സിംഗ് ആണ്. 17 പന്തിൽ 18 റൺസ്. ബാർട്ട്ലെറ്റ് കുറച്ചുനേരം ശശാങ്ക് സിംഗിന് ഒരു കൂട്ടായി നിന്നെങ്കിലും പിന്നീട് ബാർട്ട്ലെറ്റും പുറത്തായി. അങ്ങനെ പഞ്ചാബിന്റെ ടോട്ടൽ സ്കോർ 15.3 ഓവറിൽ 111. മുള്ളൻപൂരിലെ ഒരു പാർ സ്കോറിനേക്കാൾ ഏകദേശം 80 റൺസോളം കുറവ്. നമ്മൾ KKRന്റെ ബോളിംഗ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ 3 ഓവറിൽ 25 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്ത ഹർഷിത് റാണ, അതുപോലെ വരുൺ ചക്രവർത്തി 4 ഓവറിൽ 21 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്, അതുപോലെ സുനിൽ നരൈൻ 3 ഓവറിൽ 14 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. ബാക്കിയുള്ള 2 വിക്കറ്റുകളിലൊന്ന് വൈഭവ് അറോറയും മറ്റൊന്ന് ഇന്ന് ടീമിലേക്ക് ആദ്യമായി എത്തിയ ആൻഡ്രിച്ച് നോർക്കയും എടുത്തു. തങ്ങളുടെ കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 103 റൺസിന് ഒതുക്കി അത് എളുപ്പത്തിൽ ചേസ് ചെയ്തതുപോലെ ഇന്നും ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് KKR താരങ്ങൾ ക്രീസിലെത്തിയത്. ഈ ചെറിയൊരു സ്കോർ എത്രയും പെട്ടെന്ന് ചേസ് ചെയ്ത് നെറ്റ് റൺ റേറ്റ് കൂട്ടാൻ തന്നെയായിരിക്കും KKR ക്യാമ്പും ആഗ്രഹിച്ചത്. എന്നാൽ അവരുടെ ആഗ്രഹം പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ തുടങ്ങിയത്. ഓപ്പണർമാരായ ക്വിന്റൻ ഡീകോക്കിനും സുനിൽ നരൈനും നല്ലൊരു തുടക്കം നൽകാൻ കഴിഞ്ഞില്ല. ആദ്യ ഓവറിലെ അവസാന പന്തിൽ തന്നെ മാർക്കോ യാൻസിന് വിക്കറ്റ് നൽകി സുനിൽ നരൈൻ മടങ്ങി. തൊട്ടടുത്ത ഓവറിൽ ബാർട്ട്ലെറ്റിന്റെ പന്തിൽ വെറും 2 റൺസ് മാത്രം എടുത്ത് ഡീകോക്കും മടങ്ങി. അതോടെ ക്രീസിൽ KKRന് ഇൻഫോം ബാറ്റേഴ്സായ അജിൻക്യ രഹാനെയും ആംഗ്രിഷ് രഘുവംശിയും എത്തി. അവർ ആ ഇന്നിംഗ്സ് പതിയെ റീബിൽഡ് ചെയ്തു. 2 പേരും മികച്ച ടച്ചിലുമായിരുന്നു. ഇടയ്ക്ക് മനോഹരമായ ഷോട്ടുകൾ ഇരുവരുടെയും ബാറ്റിൽ നിന്ന് പറന്നു. 7 ഓവറുകൾ കഴിയുമ്പോൾ KKRന്റെ സ്കോർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 60 റൺസ്. ഇനി ജയിക്കാൻ വേണ്ടത് 13 ഓവറുകളിൽ നിന്നും വെറും 52 റൺസ്. 8 വിക്കറ്റുകളും ബാക്കിയുണ്ട്. ആ ഒരു സ്കോർ KKR ഈസിയായി ചേസ് ചെയ്യുമെന്ന് എല്ലാവരും വിചാരിച്ചു. അപ്പോഴാണ് ചഹൽ വരുന്നത്. ആ ഓവറിലെ 4ാം പന്തിൽ അജിൻക്യ രഹാനെ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി. അമ്പയർ ഔട്ട് വിളിച്ചു. രഘുവംശിയായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തെങ്കിലും ആ ഒരു കോൾ റിവ്യൂ ചെയ്യാൻ രഹാനെ തയ്യാറായില്ല. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. സത്യത്തിൽ ബോളിന്റെ ഇമ്പാക്ട് ഔട്ട്സൈഡ് ഓഫ് ആയിരുന്നു. രഹാനെ റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും നോട്ട് ഔട്ട് ആവുമായിരുന്ന കോൾ. എന്നാൽ അത് റിവ്യൂ ചെയ്യാതെ രഹാനെ മടങ്ങിപ്പോയി. പിന്നീട് ഒരു കൂട്ട തകർച്ചയാണ് നമ്മൾ കണ്ടത്. അതിന് പ്രധാന സൂത്രധാരനായത് ചഹലും. ഇപ്പൊ നമ്മൾ മാച്ചിന്റെ റിവ്യൂ വീഡിയോ ചെയ്തപ്പോൾ ചഹലിന്റെ മോശം ഫോമിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ മത്സരങ്ങളിലൊന്നും പണ്ട് RRൽ കളിച്ച പോലെയോ അല്ലെങ്കിൽ RCBയിൽ കളിച്ച പോലെയോ ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ ചഹലിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്ന് തന്റെ ടീമിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സന്ദർഭത്തിൽ തന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ ചഹലിനായി. മറ്റു ബോളർമാരായ മാർക്കോ യാൻസനും ഗ്ലെൻ മാക്സ്വെലും അർഷദീപ് സിംഗും ഒക്കെ ചഹലിന് കൂട്ടായി. 10ാം ഓവറിൽ 37 റൺസ് എടുത്ത് രഘുവംശിയെ ചഹൽ ബാർട്ട്ലെറ്റിന്റെ കൈകളിൽ എത്തിച്ചു. തൊട്ടടുത്ത ഓവറിൽ മാക്സ്വെലിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി വെങ്കടേഷ് അയ്യർ പുറത്തായി.
12-ാം ഓവറിൽ അടുത്തടുത്ത പന്തുകളിൽ റിങ്കു സിംഗിനെയും രമൺദീപ് സിംഗിനെയും ചഹൽ പുറത്താക്കി. ഇവിടെ രമൺദീപിന്റെ വിക്കറ്റിൽ ശ്രേയസ് അയ്യറിന്റെ ഒരു ക്യാപ്റ്റൻസിയും ഫീൽഡിംഗിൽ ആ ശ്രേയസ് അയ്യറിന് ഉണ്ടായിരുന്ന ഒരു ആന്റിസിപ്പേഷനും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. രമൺദീപ് എഡ്ജ് ചെയ്ത പന്ത് കൺവെൻഷണൽ സ്ലിപ്പിൽ നിന്ന് ലെഗ് സ്ലിപ്പ് പൊസിഷനിലേക്ക് എത്തി ശ്രേയസ് അയ്യർ എടുത്ത ക്യാച്ച് അതിന് ഉദാഹരണമാണ്. ചഹലിന്റെ ആ ഓവറോടെ 2-62 എന്ന നിലയിൽ നിന്നും പഞ്ചാബ് കിങ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 76 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. തൊട്ടടുത്ത ഓവറിൽ മാർക്കോ യാൻസൺ ഹർഷിത് റാണയെ ക്ലീൻ ബൗൾ ചെയ്തു. അതോടെ കൊൽക്കത്തയുടെ സ്കോർ 8 വിക്കറ്റ് നഷ്ടത്തിൽ 79. പിന്നീട് എല്ലാ പ്രതീക്ഷയും ക്രീസിലുണ്ടായിരുന്ന ആന്ദ്രെ റസലിലായിരുന്നു. നമുക്കറിയാം ആന്ദ്രെ റസൽ ഈയിടെയായി ബാറ്റ് കൊണ്ട് നല്ല ഫോമിലല്ല. എന്നാൽ ചഹൽ എറിഞ്ഞ 14-ാം ഓവറിൽ 2 സിക്സും 1 4ഉം അടക്കം 16 റൺസ് സ്വന്തമാക്കി റസൽ KKRന് പ്രതീക്ഷ നൽകി. KKRന് ആകെ ബാക്കിയുള്ളത് 2 വിക്കറ്റ്, ജയിക്കാനായിട്ട് 3 സിക്സ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് 15-ാം ഓവർ എറിയാൻ അർഷദീപ് വരുന്നത്. അർഷദീപ് ടെയിലൻഡറായ വൈഭവ് അറോറയ്ക്കെതിരെ ഒരു ഷോർട്ട് ബോൾ സ്ട്രാറ്റജിയാണ് പ്രയോഗിച്ചത്. ആദ്യ 5 പന്തുകളും ഡോട്ട് ബോൾ ആയിരുന്നു. ആ ഓവറിലെ അവസാന പന്തിൽ അർഷദീപിന്റെ പ്ലാൻ ലക്ഷ്യം കണ്ടു. ഷോർട്ട് ബോൾ കീപ്പറായ ജോഷ് ഇംഗ്ലിസിന്റെ കൈകളിലേക്ക് എഡ്ജ് ചെയ്ത് വൈഭവ് അറോറ പുറത്തായി. പിന്നീട് ബാക്കിയുള്ളത് 1 വിക്കറ്റ്, ജയിക്കാനാണെങ്കിൽ 17 റൺസ്. മാർക്കോ യാൻസൺ എറിഞ്ഞ 16-ാം ഓവറിലെ ആദ്യ പന്ത്. ഈ മത്സരത്തിന്റെ വിധി പഞ്ചാബ് കിങ്സിന് അനുകൂലമായി എഴുതിയ പന്ത്. ഓഫ് സൈഡിൽ ഒരു എക്സ്പാൻസീവ് ഷോട്ടിനാണ് ആന്ദ്രെ റസൽ ട്രൈ ചെയ്തത്. എന്നാൽ ആ പന്ത് എഡ്ജിൽ തട്ടി റസലിന്റെ കുറ്റി തെറിപ്പിച്ചു. അതോടെ IPL-ൽ ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടു. 111 എന്ന തീരെ ദുർബലമായ സ്കോർ പഞ്ചാബ് കിങ്സ് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു, അതും 16 റൺസിന്. കൊൽക്കത്തയ്ക്ക് ആകെ സ്വന്തമാക്കാനായത് 95 റൺസ്. 4 ഓവറിൽ 28 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത യുസ്വേന്ദ്ര ചഹൽ തന്നെയാണ് മാൻ ഓഫ് ദ മാച്ച്. കൂട്ടിന് മാർക്കോ യാൻസൺ 3.1 ഓവറിൽ 17 റൺസ് വഴങ്ങി 3 വിക്കറ്റ് എടുത്തപ്പോൾ ബാട്ട്ലെറ്റ്, അർഷദീപ്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവർ ഓരോ വിക്കറ്റും എടുത്തു. കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 245 റൺസ് എന്ന കൂറ്റൻ സ്കോർ ഡിഫെൻഡ് ചെയ്യാനാകാതെ പോയ പഞ്ചാബ് കിങ്സ് ഇത്തവണ 111 എന്ന സ്കോർ ഡിഫെൻഡ് ചെയ്തു. കഴിഞ്ഞ സീസണിൽ താൻ കിരീടത്തിലേക്ക് നയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ സ്വപ്ന തുല്യമായ ഒരു വിജയം സ്വന്തമാക്കാൻ ശ്രേയസ് അയ്യറിനായി. എന്താണ് ഇന്നത്തെ ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.